നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെരി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ചൈൽഡ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു പാരന്റിന്റെയും ഒരു ഉത്തരവാദിത്തമാണ്, ഒരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാ പാരന്റ്സും അവരുടെ ജീവിതകാലം മുഴുവനും വർക്ക് ചെയ്യുന്നത്, ഇൻകം നേടുന്നത് തന്നെ കുടുംബച്ചെലവ് നടത്തുന്നതിനോടൊപ്പം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും കൂടിയാണ്. അപ്പൊ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സ്കൂൾ ജീവിതം ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസം അങ്ങ് നന്നായിട്ട് പൊയ്ക്കോളും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ കുട്ടികളും തന്നെ വളരെ മിടുക്കന്മാരായിട്ട് നന്നായിട്ട് പഠിക്കുന്നു. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ പാരന്റ്സ് എന്തായാലും ശ്രമിച്ചേ മതിയാകും. അപ്പോൾ മിക്ക കുട്ടികളും പുറത്തൊക്കെ പോയി ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാനും എല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ട കരുതൽ നമ്മൾ ഇന്നേ തന്നെ, അതായത് ഒരു കുട്ടി ജനിച്ചാൽ അന്ന് മുതൽ തന്നെ പാരന്റ്സ് അതിനു വേണ്ട കരുതൽ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ട 4 സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ എത്തുമ്പോൾ എത്രത്തോളം തുക നമ്മൾ സംഭരിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഒരു നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു നല്ല ഒരു എക്കണോമിക്കൽ അഡ്വൈസറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിനുള്ള വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് അതിൽ നമ്മൾ മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് അതിൽ എത്രത്തോളം എമൗണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടി സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പാരൻസിനൊക്കെ വളരെ വലിയ ഡ്രീംസ് ഉണ്ടാവും, കുട്ടികൾക്ക് വലിയ ഡ്രീംസ് ഉണ്ടാവും. പക്ഷേ നമ്മളുടെ പാരൻസിന്റെ ഇൻകത്തിനനുസരിച്ച് ആണ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ നിത്യേന ജോലിക്ക് പോകുന്ന വ്യക്തി, ഡെയിലി വേജസിന് പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ബിസിനസ്സിലൊക്കെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചായിരിക്കാം നമ്മുടെ ഇൻകം ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ വലിയൊരു എമൗണ്ട് ഒക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മളുടെ ഇൻകത്തിനനുസരിച്ച് ആ എമൗണ്ടിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും, എത്ര നാൾ അതിനു വേണ്ടി നമ്മൾ സേവ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനാണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഉപദേശം തേടണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് എത്രത്തോളം രൂപ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇൻകത്തിനനുസരിച്ച് എത്രത്തോളം രൂപ നമുക്ക് അതിനു വേണ്ടി സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കിയിട്ട് പല ആളുകളും വിളിക്കുന്നു, ശരി അടുത്ത വർഷമാവട്ടെ, അടുത്ത മാസമാവട്ടെ, എനിക്ക് ഇന്ന കടങ്ങളുണ്ട്, അത് തീർത്തിട്ടാവട്ടെ. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത്തരം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ജീവിതത്തിന്റെ ഏത് ലക്ഷ്യങ്ങളിലായാലും നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നേടാൻ സാധിക്കില്ല. നമ്മളൊരു പ്ലാൻ റെഡിയാക്കി അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ, അതായത് നമ്മൾ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഏത് ഗോളിനാണെങ്കിലും നമുക്ക് എത്രത്തോളം രൂപ വേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ സഹായം എടുക്കുക, അതിനോടൊപ്പം എത്ര രൂപ വെച്ച് നമുക്ക് ഇപ്പോഴത്തെ ഇൻകം അനുസരിച്ച് നമുക്ക് അതിലേക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. നമ്മളത് ഉടനെ തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ കുട്ടികളുടെ ഡ്രീംസിനനുസരിച്ച് നമുക്ക് വേണ്ട ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.